നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എല്ലാ സീമകളും ലംഘിച്ച് തങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു വാർത്ത അത് തെറ്റാണ് എന്ന് സമ്മതിച്ചു തരാൻ വളരെ വിഷമമാണ്. ഇത് ഒരു ഭ്രാന്തായി മതിഭ്രമമായി സകല ന്യൂസ് ചാനലുകളുടെയും സമനില തെറ്റിയ ഒരു പോക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ പൊതുനിരത്തിൽ വിചാരണ ചെയ്യപ്പെടും. അതിനുള്ള കാലം വിദൂരമല്ല. നിങ്ങളുടെ പോക്ക് ഇങ്ങനെയാണ് എങ്കിൽ. ഇപ്പൊ നടിയെ ആക്രമിച്ച കേസാണല്ലോ ഭയങ്കരം. അതിലേക്ക് ഞാൻ വരാം. അത് വിട്. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ധർമ്മസ്ഥല എന്ന ക്ഷേത്രത്തിന്റെ പരിസരം, ക്ഷേത്രവുമായിട്ടൊന്നും ബന്ധമില്ല, അവിടത്തെ തൂപ്പ് ജോലിയുടെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ 13 സ്ഥലങ്ങളിലായി ഏകദേശം 500ഓളം സ്ത്രീകളുടെ ശരീരം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് നടത്തിയ കോലാഹലത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമ ചക്രവർത്തിമാർ, മാധ്യമ എംബോക്കികൾ, അതാണ് കറക്റ്റ് വാക്ക്, യുവന്മാരെല്ലാം ചാനലിൽ ഇരുന്ന് വിധി പ്രസ്താവിക്കലും ചാനൽ ജഡ്ജിമാരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ SITയുടെ റിപ്പോർട്ട് ഒന്നും അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അത് തീർത്തും കെട്ടിച്ചമച്ച ഒരു കേസാണ്. അതുമാത്രമല്ല, ഒരുത്തന് മുഖം മൂടി ഇട്ടിട്ട് അവിടെ വന്ന് പറഞ്ഞല്ലോ അവിടെയാണ് കുഴിച്ചിട്ടത്, ഇവിടെയാണ് കുഴിച്ചിട്ടത്. ആ ചെറ്റയും വന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് ചില ജിഹാദി ഗ്രൂപ്പുകളുടെ കയ്യിൽ നിന്നും പണം മേടിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഞാൻ ചെയ്തത്. അതുപോലെ വേറൊരു ലേഡി എന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞു വന്നിരുന്നു. ഒടുക്കം പറയുന്ന അവർക്ക് അങ്ങനെ ഒരു മകളേ ഇല്ല. അതൊരെണ്ണം. അവർ ഈ മാവോയിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ ഭീകര സംഘടനയുടെ ഏതോ കൊണാണ്ടർ കൂടിയാണ് അവരൊക്കെ. അങ്ങനെ ചാനലുകൾ മുഴുവനും ഇന്ന് ശവം കിട്ടും, നാളെ ശവം കിട്ടും, മറ്റന്നാ ശവം കിട്ടും, അവിടെ തോണ്ടി ഇവിടെ തോണ്ടി മറിച്ച് തോണ്ടി ചാനലിലിരുന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ള സകല അവന്മാരും വിചാരണ നടത്തി കോടതിയിൽ ഇവരെ കയ്യിൽ ചുറ്റികയും നമ്മുടെ നീതി ദേവത ഇല്ലെന്നേ ഉള്ളൂ. എട്ടിലും മട്ടിലും അണ്ണന്മാര് കോട്ടും ടൈയിട്ട് അങ്ങ് ഇരുന്ന് അങ്ങ് ഉണ്ടാക്കുക. എന്നിട്ട് ഇത് കെട്ടിച്ചമച്ച കേസാണെന്നും ഇത്രയും അരിച്ചു പറക്കിയിട്ടും ഇവൻ കാണിച്ചെടുത്തൊന്നും കിട്ടിയില്ല എന്നും ഈ കാണിച്ചു കൊടുത്ത അതേ വ്യക്തി തന്നെ താൻ ഇത് ചിലരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് ചെയ്തതാണ് എന്നുള്ള റിപ്പോർട്ട് വന്നിട്ട് ഒരു ചാനൽ ചർച്ച നീയൊന്നും ചെയ്തിട്ടില്ല. ആഭാസന്മാർ, സമൂഹത്തിന് ഒരു ഉപയോഗമില്ലാത്ത കാശിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ഒരു കൂട്ടം വൃത്തികെട്ടവന്മാർ. നിങ്ങൾക്ക് എന്താ അതിനെ കുറിച്ചൊരു പരിപാടി നടത്തിയാലേ? നിങ്ങൾ മാന്യമായിട്ടൊരു പരിപാടി നടത്തുന്നു. ധർമ്മസ്ഥലയ്ക്ക് എതിരെ വന്നത് ആരുണ്ടാക്കിയ ഗൂഢാലോചന, ആരാണ് ഇതിന് പിന്നിൽ, ഇതിൽ ആരോപണം ഉന്നയിച്ച വ്യക്തി തന്നെ പണം വാങ്ങിയാണ് ചെയ്തു എന്ന് പറയുമ്പോൾ, പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ അമ്മ ഒടുവിൽ പറയണം അവർക്ക് അങ്ങനെ ഒരു കുട്ടിയേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ആരാണ് ധർമ്മസ്ഥലയെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ധർമ്മസ്ഥലയെ തകർക്കാനുള്ള നീക്കം നടത്തിയത്? അതിനെപ്പറ്റി ഒരു അന്തി ചർച്ച നടത്തൂല. നിന്റെയൊക്കെ ചാനലുകളിൽ തന്നെ ഉള്ള കൊള്ളരുതായ്മകൾ മുഴുവൻ ഉണ്ടല്ലോ. താജ് ഇബ്രാഹിം ഏത് ചാനലാണ്? മരമുറി ചാനലാണോ അതോ മറ്റേ ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പാണോ? ഇവർ മൊത്തം കള്ളന്മാരായതുകൊണ്ട് ഏത് കള്ളന്മാരുടെ നേതാവാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് 24, ശ്രീകണ്ഠൻ നായർ ആ ടീം വേറെ, ഇത് റിപ്പോർട്ടർ ചാനലാണോ? കൺഫ്യൂഷനായി. എന്തായാലും ഈ കള്ളന്മാരെ കൂട്ടത്തിൽ ഉള്ളതാണ്, അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഈ 2 കള്ളന്മാരിൽ ഏതോ ഒരു കള്ളന്മാരാണ്. പിന്നെ ചില ചാനലുകളുണ്ട്, കൈരളി, പൂപ്പൽ, അതിലൊക്കെ ആകപ്പാട് ആ ഡേറ്റും അന്നത്തെ ദിവസവും മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. വേറെ ഒന്നും നാക്കെടുത്താൻ തുണയല്ലാതെ ഇവന്മാരും പറയില്ല. പിന്നെ ഉള്ളത് മാതൃഭൂമി, മനോരമ. മാതൃഭൂമി ആണെങ്കിൽ എവിടെയെല്ലാം ഹിന്ദുത്വത്തിനെതിരെ പോരാടാൻ പറ്റും അവിടെയെല്ലാം കുഴലും കൊണ്ട് പാരയും കൊണ്ട് നടക്കുക. അവസാനം പൊളിഞ്ഞടങ്ങുമ്പോൾ അണ്ണന്മാർ കമാന്ന് രക്ഷ വേണ്ടൂല. ഇയാളെ പറ്റിയാണ് പണ്ട് ദിലീപ് പറഞ്ഞത്, വേണു ഫ്ലൂട്ട്. അത് ഈ ചാനലിലായിരുന്നു തോന്നുന്നു. ഇത്രയും സമൂഹത്തോട് ഉത്തരവാദിത്വമില്ലാത്ത, അതിജീവിതയ്ക്കൊപ്പം എന്ന് നിങ്ങൾ പറയുമ്പോൾ നമ്മളെല്ലാവരും അതിജീവിതയ്ക്കൊപ്പമാണ്. പക്ഷേ നീ പറയുന്നതും ഞാൻ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ ഈ ചാനലുകാരും ഈ ചാനലിൽ ഇരിക്കുന്ന ചാനൽ ജഡ്ജിമാരെന്ന് അഭിനയിക്കുന്ന വെറുക്കപ്പെട്ട ജീവികളും ഈ പൊതുനിരത്തുകളിൽ കണ്ടോ അതിജീവിതയ്ക്കൊപ്പം അവൾക്കൊപ്പം എന്ന ബോർഡ് വെച്ചിരിക്കുന്നതും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണെങ്കിൽ ഞാൻ അതിജീവിതകൾക്കൊപ്പമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് അതിജീവിതകളുണ്ട്. അപ്പോഴൊന്നും പൊങ്ങാത്ത ഇത്രയും രോക്ഷം ചാനലുകൾ കെട്ടിച്ചമച്ച് പൊക്കിക്കൊണ്ടുവന്ന അവർ ഫ്രെയിം ചെയ്തെടുത്ത കേസില് എല്ലാം പഴുതുകളും അടച്ച് അവര് കറക്റ്റായിട്ട് കേസ് ഫ്രെയിം ചെയ്ത് വാദിച്ച് ചാനലിൽ ജയിച്ചു വെച്ചിരുന്ന, അവർ തൂക്കിക്കൊല്ലാൻ വിധിച്ചു വെച്ചിരുന്ന വ്യക്തിക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ നിങ്ങൾ തകർന്നു പോയപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയത് ജനം തിരിച്ചറിഞ്ഞു. അതിനു വേണ്ടി നിങ്ങൾ കളിക്കുന്ന ഒരു വല്ലാത്ത ഒരു തെമ്മാടിത്തരമാണ് ഇപ്പോ ചാനൽ തുറന്നാൽ കാണാൻ കഴിയുന്നത്. ഹാഷ്മി ആരോടൊക്കെയോ തർക്കിക്കുന്നുണ്ട്. അങ്ങനെ കോടതി വിധിച്ചു എന്ന് കരുതി നോക്കണ്ട, ജനങ്ങളുടെ വിധിയാണ്, മാങ്ങാത്തൊലിയാണ്. അങ്ങനെയാണെങ്കിൽ നീ ഏത് തട്ടിപ്പിലുള്ളതാണ്? ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പല്ലേ?
ആ തെട്ടിപ്പിൽ കേസ് അന്വേഷിച്ചിട്ട് നിങ്ങളെ കേസ് അന്വേഷണത്തിൽ നിന്നും ശ്രീകണ്ഠൻ നായരെയും അതുപോലെ മറ്റ് ടീമുകളെയൊക്കെ വെറുതെ വിട്ടു കണ്ടാൽ നിങ്ങൾ പണവും സ്വാധീനവും ഉപയോഗിച്ച് രക്ഷപ്പെട്ടതാണെന്ന് ഞങ്ങൾ കരുതുന്നത് തെറ്റൊന്നുമില്ലല്ലോ. നുണയും കള്ളത്തരത്തിലൂടെയാണ് നിങ്ങളുടെ ചാനൽ നിൽക്കുന്നതെന്ന് ജനം കരുതുന്നത് തെറ്റൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ മറ്റേ അരുൺകുമാർ, എടാ ഇയാൾ തന്നെ ഇരുന്ന് വായിക്കുന്നുണ്ടോ, പരമൊട്ടെ നീ തീരുമാനിക്കേണ്ടെന്ന് പറഞ്ഞ്. എടാ അന്തസ് വേണം ഒരു മനുഷ്യന്, മിനിമം അന്തസ്. കണ്ടവന്റെ അടുക്കളയിൽ ഡ്രോൺ വിട്ടിട്ട് ഉണ്ടാക്കുന്നതല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. പിന്നെ നീ എന്താണ് മറ്റേ പോക്സോ കേസിലുള്ളല്ലേ, 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ നേരെ നോക്കി കോക്രി കാണിച്ചാൽ അത് പോക്സോ കേസിന്റെ വിവിധ ഭാഗങ്ങളിൽ ചില തെറ്റാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത, ഇപ്പൊ എന്നെ പോലെയാണോ സാധാരണക്കാർക്കോ നമുക്ക് ഈ പോക്സോ കേസിന്റെ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. നിങ്ങൾ വലിയ മാധ്യമ കൊണാണ്ടറല്ലേ, തനിക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അതുപോലും അറിഞ്ഞത് കൂടാതെ ആ 14 വയസ്സുള്ള പെൺകുട്ടിയെ നോക്കി ഒരു 18 20 വയസ്സുള്ള കോളേജിലെ പിള്ളേരാണ് നോട്ടെ ഈ മുതുകാളകൾ കോക്രി കാണിച്ചിട്ട് അതിന് പോക്സോ കേസ് വന്ന് ആളിയെ കുറെ കിടന്ന് വിഷമിച്ചിട്ട് എന്നെ കോടതി വിട്ടേ എന്ന് പറഞ്ഞ ഒരു ദിവസം വന്നിരിക്കുന്നുണ്ട്. നീ പണവും സ്വാധീനവും ഉപയോഗിച്ച് രക്ഷപ്പെട്ട ആളാണോ? ആണോ? അങ്ങനെ എന്തെല്ലാം പോക്കൃത്തരങ്ങളാണ് നിങ്ങൾ ഈ നാട്ടിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബാർക്ക് റേറ്റിംഗ്, നിങ്ങൾ മരമുറി തട്ടിപ്പ്, നിങ്ങളാണ് മറ്റേ ട്രീ കട്ടർ ചാനൽ. ഇപ്പൊ എവിടെ പോയി ആ കേസ്? നിങ്ങളുടെ പണവും സ്വാധീനവും ഉപയോഗിച്ച് ആ കേസ് തേച്ചു മാച്ച് കളഞ്ഞു. റിപ്പോർട്ടിൽ അരുൺകുമാറിനോട് കൂടെ എനിക്ക് ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് ആ ധർമ്മസ്ഥലം ഒന്ന് കുടഞ്ഞെടുക്കാവോ? അവിടെ ഇപ്പൊ SITയുടെ റിപ്പോർട്ട് വന്നു, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇനി പോട്ടെ, അതും പണം കൊടുത്ത് മറച്ചതായിരിക്കും. എന്നാലും പോട്ടെ, നിങ്ങൾ ലൈവായിട്ട് ക്യാമറയും കൊണ്ട് നടന്നല്ലോ. ശവം കിട്ടും, എല്ല് കിട്ടും, തോട് കിട്ടും, കാല് കിട്ടും, കൈ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു ചേമ്പും കിട്ടിയില്ലേ? അതും കിട്ടിയില്ല. അപ്പൊ അതൊന്ന് കാണിക്കാൻ പറ്റുമോ? തിരുപ്പുറംകുണ്ട്രം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഹിസ്റ്റോറിക്കലായിട്ട് താങ്കൾക്ക് ഒരു വീഡിയോ ചെയ്യാമോ? എന്തായാലും അത് കോടതിയുടെ വര വിധി അനുസരിച്ച് അവിടെയുള്ള ഹിന്ദുക്കൾക്ക് അനുകൂലമാണ്. ഒരു റിപ്പോർട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു ചാനൽ ചർച്ച സംഘടിപ്പിക്കും. അനുകൂലമായിട്ട് എന്തെങ്കിലും നിന്റെയൊക്കെ തലയ്ക്കുള്ളിൽ എന്താ കുതിരച്ചാണകം വല്ലോണം ഇരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പൊതുജനം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ വിചാരണ ചെയ്യരുത്. നാട്ടിൽ ജനങ്ങൾ എന്ത് ചർച്ച ചെയ്യണം, ആരെ കുരിശി കയറ്റണം, ആരെ കുറ്റവാളിയായി കാണണം, ആരെ നിരപരാധിയാക്കി കാണണം എന്നിങ്ങനെയുള്ള തീരുമാനങ്ങൾ നിങ്ങളടക്കമുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവനും എടുത്തിരുന്നതിന് വിരുദ്ധമായ ഒരു കാര്യം നടന്നപ്പോൾ നിങ്ങൾക്കാർക്കും നാവില്ല. നിങ്ങൾക്ക് ധർമ്മസ്ഥലയെ എങ്ങനെയെങ്കിലും കുഴിച്ചു മൂടണമെന്ന് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അവിടെ എന്തെങ്കിലുമൊക്കെ കുത്തിപ്പൊക്കി എടുക്കണമെന്ന് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഉണ്ടേ നടന്നതുമില്ല. നിങ്ങൾ ആരുടെങ്കിലും കാശ് മേടിച്ചിട്ടാണോ ചെയ്യുന്നത്? എടാ ഈ കേരളത്തിൽ താനല്ലേ നീ ഒരുത്തനെ വിളിച്ചോണ്ടിരുത്തി അഭിമുഖം നടത്തിയില്ലേ? അല്ലേ, വേടനെ വിളിച്ചോണ്ടിരുത്തി ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് അഭിമുഖം നടത്തിയില്ലേ? അന്ന് തനിക്ക് എപ്പോഴെങ്കിലും, പിന്നെ അന്ന് കേസ് വന്നിട്ടില്ലെന്ന് വിചാരിക്കും, കേസിന് ശേഷം താൻ ഇയാളെ വിളിക്കേറ്റ് ചെയ്തു. വേടനെതിരെ താൻ ഒരു വീഡിയോ ചെയ്തു, അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് വേടൻ പീഡിപ്പിച്ച ആ പെൺകുട്ടി അവരൊരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ തിരുത്തുക. എന്റെ ഓർമ്മയിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് ആ പെൺകുട്ടി, ഒരു ഡോക്ടറാണ്. ആദ്യം തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് തന്നെ ഒരു തവണ തന്നെ റേപ്പ് ചെയ്തത്. നമ്മുടെ പ്രിയങ്ക ചേച്ചി പറഞ്ഞു കേട്ടില്ലേ, ഒരു പെൺകുട്ടി ഒരു തവണ റേപ്പ് ചെയ്യാൻ പറ്റൂ, ബാക്കി 4 തവണ റേപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഒരു തവണ അവൾക്ക് ആരാധന ഉണ്ടായിരുന്ന ഒരാൾ അവളുടെ ഫ്ലാറ്റിൽ വരികയും ഒരു ഉമ്മ ചോദിക്കുകയും കൊടുക്കുകയും ചെയ്താൽ പിന്നെ അറിയാലോ, തള്ളിയിട്ട് റേപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി പരാതിപ്പെടേണ്ടതാണ്, പക്ഷെ കല്യാണം കഴിച്ചോളാം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു. അപ്പോഴേക്കും പിന്നെ പോട്ടെ, പെൺകുട്ടികളല്ലേ, ഇത്രയും വലിയൊരു പാട്ടുകാരൻ, സമൂഹം അറിയുന്ന ഒരാൾ, അയാൾ എന്നോട് പ്രേമം, ഞാനുമായിട്ടൊക്കെ സെക്സ് ചെയ്തു, അപ്പൊ ഇനി എന്നെ കല്യാണം കഴിക്കുമ്പോൾ സമൂഹത്തിൽ അതുപോലെയൊക്കെ ഒരു നിലയും വിലയൊക്കെ ഇവന്റെ കൂടെ കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഇവള് പോരാ, പോളിഗമി പറഞ്ഞിട്ട് കാര്യമുണ്ട്. പഴയ കമ്മ്യൂൺ, നമ്മുടെ TG മോഹൻദാസ് പറഞ്ഞ കമ്മ്യൂൺ ഇല്ലേ, ഭാര്യ എന്നത് ഒരു സ്വകാര്യ സ്വത്താകുന്നത് താല്പര്യമില്ലാത്ത, അങ്ങനെ ഭാര്യ എല്ലാവരുടെയും ഭാര്യ, ഭർത്താവ് എല്ലാവരുടെയും ഭർത്താവ്, അങ്ങനെ ഒരു സിസ്റ്റം പണ്ട് നമ്മുടെ EMS ഒക്കെ പോയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുംബൈയിലായിരുന്നേ. അപ്പോ ആ സിസ്റ്റത്തിലോട്ട് ഇവൻ ചെന്നപ്പോ ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവൻ കുറെ കാലം യൂസ് ചെയ്ത് അത്യാവശ്യം പണമൊക്കെ മേടിച്ച് അണ്ണൻ ഇഷ്ടം പോലെ സ്ത്രീകളെ കളിക്കണം. അപ്പൊ അത് പുള്ളിക്ക് ഇഷ്ടം പോലെ സ്ത്രീകളുമായിട്ട്, അതൊക്കെ അയാളെ ഇഷ്ടം. പക്ഷേ ആ പെൺകുട്ടി ചതിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അവൾ പരാതി കൊടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എങ്ങനെ താനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു അതുപോലെ ചെയ്യേണ്ട ഒരു സാധനമാണ് അത്. മുക്കിയില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആള് വന്നപ്പോ മുക്കിയില്ലേ, അണ്ണ ഇന്റർവ്യൂ കൊടുത്തിട്ട് മേലോട്ട് കൊണാത്തിക്കൊണ്ട് വന്ന ആളെ പിടിച്ചപ്പോ നിങ്ങൾ മുക്കിയില്ലേ? മുക്കിയില്ലേ? ഒരു നാണം ഇല്ലാതെ നീയൊക്കെ മുക്കിയില്ലേ? എന്നിട്ട് ഇപ്പോ സമൂഹത്തിൽ നാട്ടുകാരെ ഉദ്ധരിക്കാൻ ഇറങ്ങിയിരിക്കണേണ് അഴുക്കം, മരമുറി വെട്ടും. നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ ഏതൊക്കെയോ തവണ സ്ത്രീപീഡന കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചാനലിനുള്ളിൽ. അരുൺകുമാറിന്റെ ചാനലിനല്ല, ഏതൊക്കെയോ ചാനൽ, ഏഷ്യാനെറ്റോ കൈരളോ ഏതോ ചാനല്. അത് ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, എനിക്ക് ഇപ്പോൾ സെർച്ച് ചെയ്യാനുള്ള സമയമില്ല. സമൂഹത്തിൽ കാണിക്കാവുന്ന കൊള്ളരുതായ്മകളെല്ലാം കാണിക്കുക, ആൾക്കാർ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ അവന്റെയൊക്കെ വീട്ടിന്റെ അകത്ത് ഡ്രോൺ ഉണ്ടാക്കുക, വായുടെ അണ്ണാക്കിൽ മൈക്ക് കൊണ്ട് കുത്തിക്കയറ്റുക, ഇത്തരം കലാപരിപാടികളെല്ലാം ചെയ്തിട്ട് താനൊക്കെ മാന്യന്മാർ,
നിങ്ങൾ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇരുന്ന് നാട്ടുകാരെ അങ്ങ് ഉണ്ടാക്കുക. പ്രബുദ്ധത വേണം, അവൾക്കൊപ്പം, അതിജീവിതയ്ക്കൊപ്പം. ഞങ്ങൾ ആരെങ്കിലും അതിജീവിതയ്ക്കൊപ്പം അല്ലാന്ന് പറഞ്ഞോ? പക്ഷെ നീയൊക്കെ ആരുടെയെന്നോ കാശ് മേടിച്ചിട്ട് കാണിക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ തോന്നുന്നത്. ഈ മരമുറി വെട്ടിയന്റെ കേസ് കിടത്താനൊക്കെ കാശ് വേണ്ടേടോ. കയ്യിലുള്ള കാശൊക്കെ ചിലപ്പോൾ ഈടി പൊക്കിപ്പോയാലോ. പിന്നെ നാട്ടുകാരെ മുഴുവൻ വലിപ്പിച്ച കാശ് നിങ്ങളുടെ മുതലാളിമാരെ ഉണ്ടെന്നൊക്കെയാണ് മറുനാടൻ ഷാജനൊക്കെ പറയുന്നത്. അയാളെയും കുറെ വേട്ടയാടി നിങ്ങൾ. അതുപോലെ 24 മാർക്ക് റേറ്റിംഗ് തട്ടിപ്പ്. എടാ അവനവന് കിട്ടുന്നത് പോലെയാണോ. ഈ നുണയിലൂടെ നിങ്ങൾക്ക് ഇത്രയും ആരാധകരുണ്ടെന്ന് നാട്ടുകാരെ ബോധിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ദിലീപാണല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം. മാർട്ടിൻ ഇവനാണല്ലോ നടിയുടെ വണ്ടി ഓടിച്ചത്. ബാനറിൽ ഹണീബി 2.5 ഷൂട്ട് ചെയ്യുമ്പോൾ പൾസർ സിനിയാണെന്ന് നടിയുടെ ഡ്രൈവർ അവിടെ വെച്ച് പ്രൊഡ്യൂസർ അനൂപും ജീൻ പോളും ഇവര് തമ്മിൽ ഉള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെയാണ് ഇന്ന് ഈ കേസിൽ ഉള്ളതെന്ന് പറയുന്നത്. പൾസർ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് എഡിറ്റിംഗ് നടന്ന വീഡിയോസ് ആണ് ഉള്ളത്. അല്ലാതെ അന്നത്തെ ദിവസം വണ്ടിയിൽ അങ്ങനെ ഒരു എന്താ പറയാ ഒരു റേപ്പ് നടന്നിട്ടില്ല. അതിന്റെ വെറുതെ ടെമ്പോ ട്രാവലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകൾ ഇവർ സൃഷ്ടിച്ചതാണ്. അല്ലാതെ സത്യസന്ധമായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിന്റെ മെയിൻ സാക്ഷി ഞാനാണ്. അയാള് പറയുന്നു ഇതൊരു ഉണ്ടാക്കിയ കേസാണെന്നുള്ളത്. ഇനി സഹ തടവുകാരൻ അപ്പൊ ഇതെല്ലാം ദിലീപ് കാശ് കൊടുത്ത് ഉണ്ടാക്കിയത്. അത് കൊള്ളാം. ഹൈക്കോടതിയെ വിലക്ക് മേടിച്ച ദിലീപ്, സെഷൻസ് കോടതിയെ വിലക്ക് മേടിച്ച ദിലീപ്, സുപ്രീം കോടതിയിൽ പോയിട്ടും സുപ്രീം കോടതിയിലെ പോലും വിലക്ക് മേടിച്ച ദിലീപ്. സുപ്രീം കോടതിയിലൊക്കെ പോയ കേട്ടോ. നടിയുടെ വക്കീൽ മറ്റേ എന്താണ് ഈ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞു പോയപ്പോ. ഇത് എന്തൊരു ദിലീപാണോ ഇത്? എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ദിലീപിനെ പ്രധാനമന്ത്രി വെക്കണം. എന്തൊരു ഹോൾഡാണ്. ചില സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയണത് ചിലപ്പോൾ സുപ്രീം കോടതി കേൾക്കൂല. സുപ്രീം കോടതി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റ് ഇടക്കിടയ്ക്ക് അടി വരും. ഇതിനൊക്കെ പുറമെ ഈ മോദി വിചാരിച്ചാൽ പോലും ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സുപ്രീം കോടതിയെ നമ്മുടെ ദിലീപ് കൺട്രോൾ ചെയ്തു. വാ അതിഭീകരം. നിങ്ങൾക്ക് ഒരു ലേഡി വക്കീലുണ്ട് കേട്ടോ, ഒന്ന് കേട്ടോ. എനിക്കൊരു പേരാണ്. എവിടെ സമീപിക്കും? പൈസ കൊടുത്തുള്ള നീതി എനിക്ക് വേണ്ട. എനിക്ക് എവിടെ സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് കോടതിയെ തെളിയിച്ചുകൊണ്ടുള്ള നീതി മാത്രമാണ് എനിക്ക് വേണ്ടത്. അതിന്ന് ഇവിടെ തോച്ചിരിക്കുന്നു. എനിക്ക് വളരെയധികം വിഷമമുണ്ട്. പണത്തിനും ലോബികൾക്കും അപ്പുറത്ത് നിന്ന് നീതിപീഠം ജനാധിപത്യത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ജുഡീഷ്യറിയിൽ ജനാധിപത്യം വർക്ക് ചെയ്യണം പോലും ഭൂരിപക്ഷ അഭിപ്രായം നോക്കി ആരെങ്കിലും ഇവിടെ ശിക്ഷിക്കാൻ പറ്റും? ഇനി ഇവരെങ്ങാനാണോ ഈ കേസ് വാദിച്ചത്? എന്റെ ദൈവമേ, ആ 6 പോലും ശിക്ഷ കിട്ടാതെ ആയി പോണ്ടതാണ്. എനിക്ക് തോന്നുന്നു ആ ജഡ്ജിക്ക് നിങ്ങളോട് സഹതാപവും സ്നേഹവും തോന്നിയതുകൊണ്ടും നിങ്ങൾ പറഞ്ഞത് സത്യസന്ധമാണെന്നും തോന്നിയതുകൊണ്ടായിരിക്കും അവന്മാരെ ശിക്ഷിച്ചത്. ഇവരെങ്ങാനും ബാധിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഉറപ്പായിട്ട് നടി നിങ്ങളെ ശിക്ഷിച്ചേനെ. അമ്മച്ചാണ് ശിക്ഷിച്ചേനെ. നിങ്ങളെ വക്കീലല്ലേ ഈ പറയുന്നത്? നോക്കി, ദിലീപായിരുന്നു ചെയ്തിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റ് രാജിവെച്ചു. ഇവരെ ഞാൻ ഇപ്പോഴും പറയാറുണ്ടല്ലോ, നിറം നോക്കി, മതം നോക്കി, ഭൂപ്രദേശം നോക്കിയൊക്കെ കുട്ടികളുടെ പേര് വായിക്കുക, ആൾക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. പെഹൽഗാമിൽ കാണാത്തത് അവര് പലസ്തീനിൽ കാണും, ബംഗ്ലാദേശിൽ കാണാത്തത് ഗസയിൽ കാണും, നൈജീരിയയിൽ കാണാത്തത് ഗസയിൽ കാണും, സുഡാനിൽ കാണാത്തത് ഗസയിൽ കാണും. അങ്ങനെയൊക്കെയുള്ള ഒരു മഹത് വ്യക്തിയാണ് ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ വേടൻ അവാർഡ് കൊടുക്കുമ്പോൾ ഇവരൊക്കെ വേദിയിൽ ഉണ്ടായിരുന്നില്ലേ, സദസ്സിൽ ഉണ്ടായിരുന്നില്ലേ? അല്ലെങ്കിൽ ഇവരൊക്കെ അറിഞ്ഞില്ലേ അയാൾക്കെതിരെ ഒരു സ്ത്രീപീഡന കേസില്ലേ, മുൻകൂർ ജാമ്യത്തിലല്ലേ അയാള്? അന്നൊക്കെ വായടച്ചു വെച്ചിട്ട് ചേച്ചിക്ക് ഇപ്പോഴാണ് അവൾക്കൊപ്പം ഓർമ്മ വന്നത്. ഞാൻ അവളെ കിട്ടിപ്പോയിരിക്കായിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിരുന്ന് കഴിയായിരുന്നു. ആ വേടനാൽ ചതിക്കപ്പെട്ട ആ പെൺകുട്ടിയും ഒരു വിക്ടിമാണ് മാഡം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ കേസ്, രണ്ടാമത്തെ കേസിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ കോടതി പറയുന്നത്. ആദ്യ കേസിൽ കഴമ്പുണ്ട് എന്ന് തോന്നുന്നു. അവരും ഒരു അതിജീവിതയാണ്. മുകേഷിന്റെ കേസുണ്ട്. ഇപ്പോൾ ഏതോ ഒരു സംവിധായകൻ വന്നിട്ടില്ലേ, ഏതോ ഒരു സംവിധായകൻ ഒരു പെൺകുട്ടി ചേച്ചി ഒന്ന് പ്രതികരിച്ചാണ്, ഒന്ന് കാണട്ടെ. അതോ അവരെ കോടതി വിടുമ്പോഴേക്കും പഞ്ചപുച്ഛം അടക്കി നിൽക്കുമോ? ചില പ്രത്യേക ആൾക്കാരെ കാണുമ്പോഴും ചില പ്രത്യേക ഭാഗങ്ങളിലോട്ടും നിങ്ങൾ പഞ്ചപുച്ഛം അടക്കി അവിടെ നടക്കുന്ന പീഡനങ്ങളെയും തീവ്രത അളക്കലിനെയൊക്കെ വായും അടച്ചു നിന്ന് കേൾക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് വേണ്ടി മാത്രം സംസാരിക്കാൻ ഇറങ്ങുന്നത്? അവരുടെ പണം കണ്ടിട്ടാ, അവരുടെ സൗന്ദര്യം കണ്ടിട്ടാ ആണോ? ആണ് എന്നാണ് എന്നെ പോലൊരു സാധാരണക്കാരന് തോന്നുന്നത്. അല്ലാതെ നിങ്ങൾ എങ്ങനെ പറയും? ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണങ്ങൾ വിധവകൾക്ക് വേണ്ടിയിട്ടോ അനാഥരാക്കപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയോ നിങ്ങൾ സംസാരിച്ചില്ല. ബംഗ്ലാദേശിൽ കൂട്ടക്കൊലകൾക്കിരയായിട്ടുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ നൈജീരിയയിലും സുഡാനിലും കൊല ചെയ്യപ്പെട്ട അവിടുത്തെ മുസ്ലിം കുട്ടികൾക്ക് വേണ്ടിയിട്ടോ ക്രിസ്ത്യൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ സമരം ചെയ്തിട്ടില്ല. അവർ കറുത്തിരിക്കുന്നത് കൊണ്ടായിരിക്കും.
എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഒരുപോലെയല്ലേ കാണാൻ കഴിയുക. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത് എന്റെ രാജ്യത്തെ കാര്യങ്ങളിൽ തന്നെ ഇപ്പോഴാണ് നമ്മളൊന്ന് നടുനിവർത്തി നിൽക്കാൻ തുടങ്ങിയത്. അപ്പോഴെങ്ങനെ അത് ചർച്ച ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് വെളുത്തിരിക്കുന്ന ഗസയിലെ കുട്ടികളുടെ പേര് മാത്രം വായിക്കാനേ പൊങ്ങൂ. അപ്പൊ നിങ്ങൾ ആരുടെ അച്ചാരം മേടിച്ചിട്ടാണ് നിങ്ങൾ അവിടെ പോയത്? ഇത് ദിലീപിനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കളിയും ധർമ്മസ്ഥലയുടെ പിന്നിൽ നടന്ന കളിയും നമ്മൾ തിരുപ്പറംകുന്റം ക്ഷേത്രത്തിന് പിറകിൽ നടക്കുന്ന കഥയിലും എല്ലാത്തിലും തന്നെ ഒരു ആഗോള അജണ്ട ഉണ്ടോ എന്ന് ജനം സംശയിക്കേണ്ട ഗതികേടിൽ നിങ്ങൾ കൊണ്ട് എത്തിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ എങ്ങനെയും പൊതിഞ്ഞു പിടിക്കുന്ന കേരളത്തിലെ മാധ്യമ പറഞ്ഞാൽ ചിലപ്പോഴേ ഞാൻ ഈ ശരീരം വിൽക്കേണ്ട ഗതികേടിലെത്തിയ സ്ത്രീകളെ വേശ്യകളെന്ന് വിളിക്കും. ഞാൻ ആ പേര് വിളിക്കാൻ തയ്യാറല്ല. കാര്യം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ കുടുംബത്തിനെ നോക്കാനോ വേണ്ടി ഗതികേടിൽ ശരീരം വിൽക്കേണ്ടി വന്നവരായിരിക്കും അവർ. അതുകൊണ്ട് ആ പേര് പോലും വിളിക്കാൻ അർഹരല്ല നിങ്ങൾ. നിന്നെയൊക്കെ ഹിജടകളെന്ന് വിളിക്കണമെന്ന് വിചാരിച്ചാൽ പോലും അവർക്കും വ്യക്തിത്വമുണ്ട്. പക്ഷെ നിങ്ങൾ ഇതൊന്നുമല്ല. നിങ്ങൾ എന്തോ തമ്പുരാക്കന്മാരാണ്. നിങ്ങളാണ് ഇപ്പൊ തമ്പുരാക്കന്മാർ. മനസ്സിലായില്ലേ? പഴയ ജന്മി കുടിയാൻ നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള സവർണ അവർണ കാലഘട്ടങ്ങളെ കുറിച്ചൊക്കെ ഓർമ്മയില്ലേ? തമ്പുരാക്കന്മാർ, ജന്മിമാർ, നിങ്ങളാണ് ജന്മിമാർ. ഇന്ന് കേരളത്തിലെ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തെ തിരുത്തി എഴുതാൻ കഴിയുന്ന, അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന, ഒരാളുടെ തലവര തന്നെ എഴുതാൻ കഴിയുന്ന കള്ളക്കൂട്ടങ്ങൾ അതാണ് നിങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്. പൊതു ഇടങ്ങളിൽ നിങ്ങൾ മാധ്യമങ്ങൾ വിചാരണ ചെയ്യപ്പെടും. നിങ്ങൾ ഇപ്പോ കാണിക്കുന്ന ഈ പോക്കൃത്തരം. നിങ്ങൾക്ക് രാഷ്ട്രീയം വേണ്ടാന്നോ നിങ്ങൾക്ക് വ്യക്തി താല്പര്യങ്ങൾ വേണ്ടാന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളൊരു മാധ്യമ സ്ഥാപനം നടത്തുമ്പോൾ, ഒരു ഡിബേറ്റ് നടത്തുമ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടർക്കും എതിരെ സംസാരിക്കണം. അല്ലാതെ നിങ്ങൾ ഓൾറെഡി ഒരു ഐക്കൺ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതിനെതിരെ മാത്രം നിങ്ങളൊരു തിയറി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനുവേണ്ടി മാത്രം നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കുന്നിടത്താണ് നിങ്ങൾ പരാജയപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചെന്താ അറിയോ? മതിഭ്രമം, ഭ്രാന്ത്. ഈ കുട്ടിക്കാലം തൊട്ടേ എല്ലാം ആഗ്രഹിച്ചത് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് വലുതാവുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഉള്ള ഒരു മെന്റൽ അൺസ്റ്റെബിലിറ്റി ഉണ്ടല്ലോ, അതാണ് നിങ്ങൾക്ക്. നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു ഇയാളെ ശിക്ഷിക്കണം, ഇയാളെ ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ജയിക്കണം. അവർ ജയിക്കാതെ അവരുടെ പരാജയം നിങ്ങളെ നിരാശപ്പെടുത്തുന്നു. നിങ്ങൾ വിചാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി തോക്കണം. ആ പാർട്ടി തോക്കാതെ അവർ ജയത്തിലേക്ക് കുതിച്ചു വരുന്ന കാണുമ്പോൾ നിങ്ങൾ മെന്റലി അൺസ്റ്റേബിൾ ആകുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ പിടിച്ചത് മതിഭ്രമമാണ്. നിങ്ങളെന്തോ വലിയ സംഭവമാണെന്നുള്ള നിങ്ങളുടെ ചിന്ത പോയി എന്ന് തോന്നുന്നു. ഇനി അതിനെ മതിഭ്രമം തന്നെയാണോ പറയുന്നത്? ഇനി വേറെ എന്തായാലും മുഴുത്ത പ്രാന്ത്, മഹാവൃത്തികേടായി വരുന്നുണ്ട്. നിങ്ങൾ വികൃതമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുഖം അതിഭീകരമായി വികൃതമായി കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചാനലുകളുടെ വാർത്തകൾ ഷെയർ ചെയ്യുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാ അറിയോ? അവരവർക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയത്തിന് അനുകൂലമായി നിങ്ങൾ ചിലത് സംസാരിക്കുന്നുണ്ട്. അല്ലാതെ നീയൊക്കെ സംസാരിക്കുന്നത് സത്യസന്ധമാണെന്ന് കരുതിയിട്ടല്ല. ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്റെയൊക്കെ ഒരു വാർത്ത, ഒരു വീഡിയോ സത്യസന്ധമായിട്ടൊരു കോടതി എടുക്കുമോ? ചാനലിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് സാർ ഞങ്ങളുടെ കയ്യിൽ ഇതാ ഈ നടിക്ക് വേണ്ടിയിട്ടുള്ള തെളിവുകളുണ്ടെന്ന് പറഞ്ഞ് കൊടുത്താൽ നിന്നെയൊക്കെ കോടതിയുടെ പടി കയറ്റോ? പടി. അത്രയും നാണമില്ലാത്ത, കോടതിക്ക് പോലും വിശ്വാസമില്ലാത്തൊരു വർഗമാണ് നിങ്ങൾ. ജനാധിപത്യത്തിന്റെ 4ാം തൂണല്ല നിങ്ങൾ. ഹാർപ്പിക്കിട്ട് സെപ്റ്റി ടാങ്ക് കഴിയാൽ 2 പുഴുക്കൾ അവശേഷിക്കൂലേ? അതാണ് നിങ്ങൾ. മനസ്സിലായില്ലേ? അത്രയും വൃത്തിയായിട്ടൊരു പ്രൊഫഷനായി ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. ജയ് ഹിന്ദ്.